ഗ്ലോറിയസ് ആയിട്ടുള്ള ഈ ദിവസം കർത്താവിൽ പ്രിയരെ, കർത്താവ് വലിയത് ചെയ്യുന്നത് വിശ്വസിച്ചാട്ടെ, കണ്ടാട്ടെ. ദൈവവചനത്തിൽ ഇന്നലെ നമ്മൾ ബുധനാഴ്ച റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 11-ാം വാക്യം നമ്മൾ ഷെയർ ചെയ്തായിരുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ആമേൻ പറഞ്ഞേ, അതേ ആത്മാവാണ് എൻ്റെ നിങ്ങളുടെ അകത്ത് വസിക്കുന്നത്. യേശുവിനെ, റോമർ 8:11, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, അപ്പം അതാ എൻ്റെ ധൈര്യം. അതേ പരിശുദ്ധാത്മാവ്, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ് എൻ്റെ അകത്തിരിപ്പുണ്ട്. ഞാൻ തീരുമെന്നാണ് അല്ല, ഞാൻ ജയാളിയിൽ ജയാളിയാണ്. ഞാൻ വളരാൻ പോവുക. എന്നെ ഉയർപ്പിക്കുന്ന ആ ആത്മാവ്, പരിശുദ്ധാത്മാവ്, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കട്ടിലേ കിടന്നാണോ കേൾക്കുന്നത്? നിന്നെ ആ കട്ടിലിൽ നിന്ന് ഉയർപ്പിക്കുന്ന ശക്തി, പുനരുദ്ധാന ശക്തി, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ്, ദ സെയിം സ്പിരിറ്റ്. ഹല്ലേലൂയ. വചനം പറയാണ്, ഇന്ന് ഈ വ്യാഴാഴ്ച ഇത് കേൾക്കുമ്പോൾ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. ഇത് ജീവൻ്റെ ശുശ്രൂഷയാണ്, ജീവിപ്പിക്കുന്ന വചനമാണ്. ജീവനില്ലാത്തടത്ത് ജീവൻ വെളിപ്പെടാൻ തുടങ്ങും. തുടർന്ന് വചനം പറയാണ്, ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. ഡെഡായിട്ടുള്ള, തീർന്ന, പാപത്തിൽ കിടന്ന, ജീവനില്ലാത്ത എൻ്റെ ശരീരത്തെ മരിച്ച യേശു ക്രിസ്തുവിൽ വ്യാപരിച്ച അതേ ആത്മാവ്, ഉയർപ്പിച്ച ആത്മാവ്, ഉയർപ്പിൻ്റെ ആത്മാവ് ഈ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കാൻ പോവുക. എല്ലാവരും കൈവിട്ടോ? ആര് കൈവിട്ടാലും കൈവിടാത്ത ആ ജീവൻ, ഡോക്ടേഴ്സ് കൈവിട്ടോ, അനേകർ തള്ളിയോ, തള്ളത്തില്ലോ, ദ സെയിം സ്പിരിറ്റ്, അതേ ആത്മാവ് ഇന്നും ജീവിക്കുന്ന കർത്താവ്, ഇന്നും നമുക്ക് വേണ്ടി വെളിപ്പെടുന്ന പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന്. ഒരുപക്ഷെ നിങ്ങളിത് ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. വചനം ഇപ്രകാരമാണ് പറയുന്നത്, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ദ സെയിം സ്പിരിറ്റ്, അതേ ആത്മാവ്, ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ അതേ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. ഇത് ആരുടെ അകത്താ ഈ യേശുവിൽ വ്യാപരിച്ച ആത്മാവിരിക്കുന്നത്? യേശുവേ, അങ്ങ് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, എനിക്കായി അങ്ങ് അടിയേറ്റു, മുറിവേറ്റു, എനിക്ക് വേണ്ടി അങ്ങ് ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്നവരുടെ അകത്ത് ഒരു പുതിയ സൃഷ്ടിപ്പ് നടക്കുകയാണ്. ചിലർ കാണുന്നതിലാണ് വിശ്വസിക്കുന്നത്, അല്ലേ? ഈ റോമർക്കെഴുതിയ ലേഖനം 8 തന്നെ പറയാണ്, പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനിയും പ്രത്യാശിക്കുന്ന എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. എന്നെ കേൾക്കുന്ന മുഴുവൻ പെരുമാറട്ടെ, നിൻ്റെ ക്ഷമ ചില കാര്യത്തിൽ എത്ര നാളായെന്നൊക്കെ ചിന്തിക്കുന്ന അവസ്ഥയുണ്ട്. നിനക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നത് വലുത് സഫലമായ വാതിലാണ്. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഇതെന്നെ ഇങ്ങനെ ലേറ്റാകും, ചില കാര്യങ്ങൾ ലേറ്റാകും. പക്ഷെ അത് നടന്നപ്പോൾ മനസ്സിലായി, ഇതായിരുന്നു അതിൻ്റെ സമയം. അന്ന് കിട്ടുമായിരുന്നെങ്കിൽ അത്രയേ ഉള്ളായിരുന്നു. ബട്ട് ഓൺ ടൈമിൽ എനിക്ക് വേണ്ടത് പ്രവർത്തിക്കാൻ എൻ്റെ കർത്താവ് മതിയായവന്. ദ സെയിം സ്പിരിറ്റ്, യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ ഇന്ന് വസിക്കുന്നത് എൻ്റെ അകത്താണ്. എന്തിനാ? എൻ്റെ ഈ മർത്യ ശരീരത്തെ ജീവിപ്പിക്കാൻ. ആമേൻ. അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 2-ാം അധ്യായം 25, അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 2-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങളിൽ പഴയ നിയമത്തിൽ നിന്നൊരു ഭാഗം എടുത്തിരിക്കുകയാണ്. ദൈവമോ മരണഭാഷങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു. എന്നിട്ട് പറയാണ്, ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു.
ഈ യേശു എൻ്റെ അകത്തിരിക്കുമ്പോൾ നീ ഭയപ്പെടരുത്, ഭാരപ്പെടരുത്, എന്നെക്കൊണ്ട് നടക്കത്തില്ലെന്ന് പറയരുത്. ദാവീദ് പറഞ്ഞൊരു ഭാഗം പറയാണ്, ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. അവൻ എൻ്റെ വലതുഭാഗത്തിരിക്കിയാൽ ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. പറഞ്ഞ് ഞാൻ കുലുങ്ങിപ്പോകത്തില്ല. ഇന്ന് അവൻ എൻ്റെ വലതുഭാഗത്തല്ല, ഇന്ന് എൻ്റെ 360 ഡിഗ്രി എന്ന് പറഞ്ഞില്ലേ, അതുപോലെ വലതും ഇടതും മുമ്പിലും പുറകിലും എല്ലാം ദൂത സൈന്യവുമായി എനിക്ക് വേണ്ടി കാവലായി നിൽക്കുന്ന വചനം പറയാണ്. ആമേൻ. അവൻ എൻ്റെ വലതുഭാഗത്തിരിക്കിയാൽ ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ചു. സന്തോഷമില്ലാത്ത വല്ലതും കേട്ടോ, വേണ്ടാത്തൊക്കെ എറിഞ്ഞുകളാ. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി വലുതും വിശാലമുള്ളത്. വചനം പറയാണ്, ആമേൻ ആമേൻ, ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ നമ്മൾ ഒരുമിച്ച് ഇത് കേൾക്കുമ്പോൾ ഞാനിത് കേൾക്കുക, ലിസൺ ചെയ്യുക. പരിശുദ്ധാത്മാവ് എന്തായി പറയുന്നത്? വചനം പറയാണ്, ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. ഇന്ന് ഇത് ചിലർ 5 മണിക്ക് തന്നെ ഇതിൽ വരുന്ന സമയത്ത് തന്നെ കാണും, ചിലർ 6 മണിക്ക് കാണും, ചിലർ ഉച്ചയ്ക്ക് കാണും. പക്ഷേ ഇവിടെ വചനം പറയാണ്, കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. അതെ, നിങ്ങളിത് കാണുമ്പോൾ, രാവിലെ തന്നെ ഇത് കാണുമ്പോൾ കർത്താവിനെ ഒന്ന് മുമ്പിൽ കണ്ടുകൊണ്ട് എന്നെയല്ല കാണണ്ടേ, ഈ വെള്ളയിൽ ഇട്ടുകൊണ്ട് നിൽക്കുന്ന എന്നെയല്ല കാണണ്ടേ, ഈ വചനമാകുന്നവൻ, ജീവിപ്പിക്കുന്നവൻ, ജീവൻ്റെ ആത്മാവ് ഉള്ളവൻ, ആമേൻ, ആ യേശുവായി ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മുറിക്കകത്ത് ഇറങ്ങി നിൽപ്പുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ കർത്താവിനെ എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. എന്നിട്ട് പറയണം, അവൻ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കിയാൽ ഞാൻ കുലുങ്ങിപ്പോകയില്ല. കുലുക്കമൊക്കെ നിർത്തിക്കുക. അവൻ നീ കുലുങ്ങത്തില്ലെന്ന്, നീ തീരത്തില്ലെന്ന്, നിന്റെ ചിന്തയൊക്കെ യേശുനാഥ് മാറ്റിക്കുക. കർത്താവ് എനിക്ക് വേണ്ടി ഉണ്ടെന്നേ, കർത്താവ് എന്നെ നടത്തുമെന്നേ വാ കൊണ്ട് വിളിച്ചു പറഞ്ഞു. എനിക്ക് വേണ്ടി കർത്താവുണ്ട്, സ്വർഗമുണ്ട് ചെയ്യാൻ. ആമേൻ. ഞാൻ കുലുങ്ങിപ്പോകത്തില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ചു. ഇന്ന് ഇത് കേൾക്കുന്ന മുഴുവൻ വരും പറയട്ടെ, വേണ്ടാത്ത ഒന്നും പിടിക്കരുത്. ആമേൻ. ദ സെയിം സ്പിരിറ്റ്, അതേ പരിശുദ്ധാത്മാവ്, ആമേൻ, എൻ്റെയും നിങ്ങളുടെ അകത്ത് വസിക്കുമ്പം, ആമേൻ, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തതുപോലെ മഹത്വം, ഗ്ലോറി എന്നെ നിങ്ങളെ നടത്താൻ പോവുക. അസാധ്യമെന്ന് പറഞ്ഞ് നിർത്തരുത്. എനിക്ക് പറ്റുമെന്നേ, എനിക്ക് ചിലത് ചെയ്യാനൊക്കെ പറ്റും. ആമേൻ. കർത്താവ് ഈ ദിവസങ്ങളിൽ തെളിയിക്കുന്ന ചില അനുഭവങ്ങൾ, ആമേൻ ആമേൻ, എന്നെ കൊണ്ട് നടക്കും, പറ്റുമെന്ന്. ഐ ക്യാൻ ഡു ഓൾ തിങ്സ്. എനിക്ക് സകലതും ചെയ്യാൻ സാധിക്കും. പൗലോസ് പറഞ്ഞ വാക്ക. എവിടെ കിടന്ന? ജയിലിൽ കിടന്നുണ്ട്. ഇത് അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ കാണണം. ആരാ കാണണ്ടിയേ? യേശുവേ എന്ന് വിളിക്കുന്നവർ. ആമേൻ. നമുക്ക് വേണ്ടി ഒരുവൻ ഉണ്ടെന്ന്. ആമേൻ. അതാ ധൈര്യം. എൻ്റെ കോൺഫിഡൻ്റ് അത്, എൻ്റെ ധൈര്യം അതാണ്. മറ്റാരും കാണത്തില്ല. ഒരു കൈയും നീട്ടിയാലും നമ്മുടെ ജീവിതത്തിൽ അത് തൃപ്തി വരത്തില്ല. പക്ഷേ കർത്താവ് എനിക്ക് വേണ്ടി ഉണ്ടെങ്കിൽ, ആമേൻ, ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്ത്, ആമേൻ, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ഈ ദിവസങ്ങളിൽ ചില വൻ കാര്യങ്ങൾ കാണാൻ പോവുക. നമുക്കൊന്ന് സമർപ്പിച്ചാലോ? ആമേൻ. ഇന്നത്തെ ദിവസം ജയത്തോടെ, അത്ഭുതത്തോടെ, ഈ വ്യാഴാഴ്ച, ആമേൻ, ആര് പറഞ്ഞു തീർന്നു പോകും? തീരത്തില്ല. നിനക്ക് വേണ്ടി ജയത്തിൻ്റെ ചില വാതിലുകൾ കർത്താവ് തുറക്കാൻ പോവുക. അയ്യോ, എന്നെക്കൊണ്ട് പറ്റത്തില്ലെന്ന് പറയരുത്. എന്നിലിരിക്കുന്നവൻ, ആമേൻ, യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ്, ദ സെയിം സ്പിരിറ്റ് ഈസ് ഇൻ മീ, എൻ്റെ അകത്ത് അതേ ആത്മാവാണ് വസിക്കുന്നത്. ഒന്ന് കണ്ടേ, ഒന്ന് വിശ്വസിച്ചേ. ആമേൻ. ഇന്ന് സ്കൂളിലോട്ട് പോകാൻ പോകണോ? കോളേജിലോട്ട് പോകാൻ പോവാണോ? ജോലി സ്ഥലത്തേക്ക് ചെല്ലാൻ പോവാണോ? ആമേൻ. ചില അസാധ്യതകളുടെ മുമ്പിലേക്ക് ചെല്ലാൻ പോവാണോ? ആമേൻ. ഭയപ്പെടുന്ന ചില വിഷയത്തിലേക്ക് ചെല്ലാൻ പോവാണോ? നോ 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 നോ. നീ ഭയപ്പെടേണ്ടി വരത്തില്ല. നിനക്ക് വേണ്ടി കർത്താവുണ്ട്. നിനക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഞങ്ങൾ ഒരു മനസ്സോടെ അങ്ങയുടെ സാന്നിധ്യത്തിൽ, അപ്പാ, ഞങ്ങൾ അറിയുന്നപ്പ, ഞങ്ങൾ ഇന്നിവിടെ നിൽക്കുമ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ, ഇത് കേൾക്കുന്ന ആ നിമിഷം, ആമേൻ, ആ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കൺട്രോൾ ഏറ്റെടുക്കുന്ന നിലയിൽ, അപ്പോൾ ഞങ്ങളല്ല, ആമേൻ, പരിശുദ്ധാത്മാവാ ചെയ്യുന്നത്. എന്നിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്, അപ്പോൾ എനിക്ക് തന്ന സകലത്തിനായി നന്ദി. എന്നെ തന്നെ ഏൽപ്പിക്കുകയാണ് കർത്താവേ. ഞാൻ ചെറിയ ആളല്ല. എന്നെ കർത്താവ് വിളിച്ചതാ. അതേ ക്രിസ്തുവിൽ വ്യാപരിച്ച അതേ സെയിം സ്പിരിറ്റ്
എൻ്റെ അകത്താണ് വസിക്കുന്നത്, ഞാൻ ഭയപ്പെടത്തില്ല, എൻ്റെ ഉള്ളം സന്തോഷിക്കുകയാണ്. ഇന്നിത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നുവരെ അനുഭവിക്കാത്ത സന്തോഷം നിൻ്റെ അകത്ത് ആമേൻ അണപൊട്ടി വരുന്നത് പോലെ, ആമേൻ ഒരു ഡാം പൊട്ടി ഇറങ്ങി വരുന്നത് പോലെ ആ സന്തോഷത്തിൻ്റെ ഒരു തിരമാല ഇന്ന് ഈ ദിവസം പരിശുദ്ധാത്മാവിനെ കാണിക്കുകയാണ്. നീ ഭയപ്പെടുന്ന വിഷയത്തിൻ്റെ അകത്തൊരു അത്ഭുത വഴി കർത്താവ് തുറന്നിട്ടുണ്ട്. ധൈര്യത്തോടെ കർത്താവെ ഇന്ന് കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിറച്ചതിനായി നന്ദി. താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പറഞ്ഞേ, ഞാൻ ഭയപ്പെടത്തില്ല, എൻ്റെ അകത്ത് കർത്താവിൻ്റെ സന്തോഷമാണ് എൻ്റെ അകത്തിരിക്കുന്നത്. വചനം പറയണത്, ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്ന. അങ്ങനെ അങ്ങോട്ട് മുമ്പോട്ട് പോയേ. നീ വചനം എന്നാലും കേട്ടില്ലേ, മുമ്പോട്ട് ധൈര്യത്തോടെ പോകും. കർത്താവ് ഉണ്ടെന്നേ, കർത്താവ് അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നുവരെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക. കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. അനേകർക്ക് ആമേൻ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇത് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളിലൂടെ കർത്താവ് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾ, ഒരാളോട് പോയി സുവിശേഷം പറയാൻ അറിയത്തില്ലായിരിക്കാം, മടിയായിരിക്കാം, അതെങ്ങനെ പറയണമെന്ന് അറിയത്തില്ലായിരിക്കാം. പക്ഷേ ഈ വചനം നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഈ സുവിശേഷ വേലയിൽ പങ്കാളികളാകാം. ഗോഡ് ബ്ലെസ് യു. നാളെയും പ്രഭാതത്തിൽ 5 മണിക്ക് ആമേൻ യൂട്യൂബിലും ഫേസ്ബുക്കിലും ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.